ഞങ്ങള് ഇപ്പൊ ഇന്ന് മുതല് ഞങ്ങള് കല്യാണ വിശേഷങ്ങൾ തുടങ്ങാണ്. അതെ, അപ്പൊ വാക്ക് കൊടുക്ക്. ആരുടെ വാക്ക് കൊടുക്കലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലു ജമ്മുവിന്റെ അല്ലല്ലോ, ജമിയുടെ വാക്ക് കൊടുക്ക്. ജമ്മുന്നായി പോയ ജമിയുടെ വാക്ക് കൊടുക്കലാണ്. അപ്പൊ ബാക്കി ഇനി നമ്മള് അവിടെ വെച്ചിട്ട് കാണാം. ദൈവരും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. ഡ്രൈവർ, പിന്നെ ഒരാൾ കോ ഡ്രൈവർ. പൈലറ്റ്സ് ആണ് രണ്ടുപേര്. രണ്ട് റൗണ്ട് ഓടി റോഡ് പണി നടക്കുന്നതിനാൽ അയ്യന്തോൾ വഴി, അത് അവിടുന്ന് എറണാകുളത്ത് ഇറങ്ങുമ്പോ അയ്യന്തോൾ വഴി ഒരുത്തം വിളിച്ചു പറഞ്ഞിട്ടാ. എന്നിട്ട് ഇപ്പോൾ അയ്യന്തോൾ വെട്ടിയാണ് പെടക്കാണ്. എന്നിട്ട് അവിടെ പോയിട്ട് അടിച്ചു 2 പ്രാവശ്യം. 2 പ്രാവശ്യം 2 പ്രാവശ്യം ഞങ്ങൾ പോയി. എന്താണ് അതിന്റെ ബാക്കില് മറന്നുപോയി, വായിച്ചു നോക്കിയത് മറന്നുപോയി. അതെ, കപ്പാസിറ്റി ഇല്ല. വേറെ നമ്പർ ഉണ്ട്, 112 ഫ്രണ്ടില് പോലീസ് വണ്ടി ഉണ്ട്. 812 അല്ലേ? 812 അല്ല, 112 കൺട്രോൾ റൂം സെന്റർ തോന്നുന്നത്. ഓ, അതാണ് ഞാൻ വണ്ടി നമ്പർ വെച്ചത്. അത് 81 821 പറഞ്ഞ 801 801 801 23. അയ്യോ, എന്തിനാ മറന്നൂടാ? 823 ഇല്ല. എന്ത് പറഞ്ഞാലും വായിച്ചു പോണു, പനി വന്നാലും പോണു ഉപയോഗിച്ചിട്ടാണെന്ന്. 8123 വായിക്കണോടത്ത് 800 എന്ന് പറയുമ്പോ എന്താ? അത് കണ്ണടക്ക് എനിക്ക് കണ്ണധികം കാണില്ല, ഒന്നല്ലേ? അതെ, 820 അങ്ങനെയാണെങ്കില് 4123 എന്താ പറയാ? 4123 എന്താ പറയാ? കൂട്ടി വായിക്കി 4123. എങ്ങനെ വായിക്കാന്ന് പറയാൻ? എങ്ങനെ വായിക്കാൻ? ഇപ്പൊ 800 വായിച്ചില്ല, അതേപോലെ 4123. എത്ര ചില്ലറയാണെന്നാ? എത്ര പൈസ എത്ര പറഞ്ഞു? 4132. 4123 പറഞ്ഞ ഞാൻ പോലീസുകാരെ പിടിച്ചു കൊടുക്കട്ടോ. 4123. അത് മതി. മലയാളം പെട്ടെന്നില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നല്ല മഴ വരുന്നുണ്ട് തോന്നുന്നു. പെട്ടമഴ. ഇവിടുന്ന് ലെഫ്റ്റ് ഇട്ടാ സോബ സിറ്റി. ഓ, സിറ്റി നല്ല അടിപൊളി വ്യൂ. ഞാൻ വിട്ടു അത് വായിക്കാക്കി മലയാളപ്പെട്ട കത്തില്ല ഇങ്ങനെ 1000 പിന്നെ അങ്ങോട്ട് വേറെ മാറ്റില്ല. അത് പ്രശ്നമാണ്. 1,10,000 രൂപ എന്ന് പറയണ പോലെ. അത് ടാസ്റ്റ്, അത് കിട്ടില്ല. അതൊക്കെ പെട്ടെന്ന് അങ്ങനെ കിട്ടും. ഇപ്പൊ ഇത് കണ്ടത് ഇങ്ങനെ കിട്ടും. 8,123 പിന്നെ 3,143. ഞാനത് മലയാളത്തിൽ 3,123. അതെ, ഓൺലൈൻ സബ്ടൈറ്റിൽ. അതെ. 200 അങ്ങനത്തെ സാധനങ്ങളും കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്താണ് 8945 എങ്ങനെ പറയും? 8495. 8942. 8942. അപ്പൊ 8,900 അല്ല 8,492. 8,902. 8,902 ആണോ? 8,900. നമ്പർ ഒന്നും പറയാം. 8,925. 8,925. കിട്ടിയില്ലല്ലോ. കൺഫ്യൂഷൻ കിട്ടില്ല. 8,900 തന്നില്ലേ? ആ സാധനം മന്ത്രിക്ക് പറയണ്ടേ? എങ്ങനെയാന്ന് വെച്ചാ ഇപ്പൊ ഓക്കെ സ്റ്റാൻഡ് എടുക്കായിരുന്നില്ലേ?
അവിടെ ഇത്രയും അടുത്ത അവിടെ വരെ ഓണാണ്. ഫുള്ള് പരിപാടിയാണ്. വീഡിയോ ആണോ? വീഡിയോ ആണ്. ആ അപ്പൊ അവിടെ വരെ ടെസ്റ്റ് ചെയ്യാൻ ഇറങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഓണാണ് ഓണാണ്. അതേതാ സാധനം പോയ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നല്ല മഴക്കാറുണ്ട്. ഓ കാർ നോക്ക്. മഴക്കാർ നമുക്കതില്ലല്ല, നമുക്ക് ഇഷ്ടമുള്ളൊക്കെ തന്നെ. നമ്മള് പോപ്പുലർ ആവും. നമ്മളൊരു ഡിഫറന്റ് ഡ്രസ്സുകള് കാര്യങ്ങളൊക്കെ നമുക്ക് ചളുപ്പില്ലാതെ നമ്മൾ പോയി ഇറങ്ങിയ ഒരു മണ്ഡപത്തിലേക്ക് കല്യാണത്തിനൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെറുങ്ങനെ സ്റ്റാറായി വരും. ഡിഫറെന്റ് ആവുമ്പോഴാണ് നമുക്ക് അവർക്ക് തോന്നുള്ളൂ ചേഞ്ച് ചെയ്യുന്നത്. അല്ലേ? ഇപ്പൊ തന്നെ ആലോചിക്കുക, തടിയുള്ളവൻ തടി കുറച്ച് ജിമ്മിന് പോയി കഴിഞ്ഞാൽ അവൻ ചേഞ്ച് ആയി. ഇനിയിപ്പോ തടി ഇല്ലാത്തവൻ തടി വെച്ച് കഴിഞ്ഞാലോ അവൻ ചേഞ്ച് ആയി. പക്ഷെ ഇപ്പൊ തടിയുള്ളവനെ തടിയുള്ള എല്ലാരും കളിയാക്കും, മെലിഞ്ഞവനെ മെലിഞ്ഞവനും കളിയാക്കും. ഇതാണ് നോർമൽ നടക്കുന്ന കാര്യം. അപ്പൊ ഇതിന് നടുക്കുള്ളവൻ എന്ത് പറയും ഇവര്? ഒരാളെ ചേഞ്ച് ആയെന്ന് മനസ്സിലാക്കണ എങ്ങനെയാ? ഒന്നില്ലെങ്കിൽ അവന്റെ ബോഡി ചേഞ്ച് ആയി, ഇല്ലെങ്കിൽ അവന്റെ ഇരിക്കുന്ന കോസ്റ്റ്യൂം, അല്ലെങ്കിൽ അവന്റെ ലൈഫ് സ്റ്റൈല്, ഓരോരുത്തർ ചെയ്യണ കാര്യങ്ങള് വ്യത്യാസം. അപ്പൊ അവന് മനസ്സിലായി ഇത് ഇതിന് മുന്നേ ഇത്രയാണല്ലോ. സമയം എന്നല്ല പോപ്പനെ. അപ്പൊ ആ സാധനം കണ്ടപ്പോ അവനൊക്കെ നാട്ടുപുള്ളി എപ്പോഴും നമുക്ക് പറഞ്ഞ തെറ്റെന്നറിയാവോ, നമ്മളൊരു സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന വർത്താനം പറയില്ല, ഫോണ് മാത്രം നോക്കി ഒന്നും ഡിഫറെന്റ് പഠിക്കത്തില്ല. ആയോണ്ടിരിക്കണം. നമ്മളിങ്ങനെ ചേഞ്ച് ആയോണ്ടിരിക്കണം. അപ്പൊ അവന്റെ ലൈഫ് ചേഞ്ച് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ അവനോട് മാത്രമായിട്ട് നമ്മളൊരു ചാനൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ആൾക്കാർ വരുന്നുണ്ട്. എന്റെ ഒരുപാട് ഫോട്ടോ എടുത്ത് നോക്കി ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അതെ, അതാണ് ഒരു ക്യാരക്ടറൈസറാണ്. അപ്പൊ ചെറുപ്പം മുതലേ വലിയ മുടി വെച്ച് വളർത്തി. ആദ്യം അമ്മൂന്റെ അവിടെ ഇപ്പഴേ പട്ടിതാണ്. അമ്മൂന്റെ അവിടെ പോയി ഷോർട്ട് ഹാൻഡ് ആവുക കംപ്ലീറ്റ്. പറ്റ വിട്ടെ സെൽഫി വിട്ടാന്ന് പറയുന്നത്. മുള്ളറ്റ്. പിന്നെ നേരെ മുടി വളർത്തലായി. പിന്നെ എന്റെ മുടി നേരെ തീവിലായി. എന്റെ മുടി അങ്ങോട്ട് വളഞ്ഞ് എട്ടിലാക്കായി. പിന്നെ കുച്ചുമുടിയായി. എന്തോരം സ്റ്റൈല് മാറ്റിണ്ടെന്ന് അറിയാം. അങ്ങനെ വേണം ശരിക്ക്. അപ്പൊ നമ്മള് ജീവിക്കുന്ന അപ്പൂപ്പ 1986 തൊട്ടിട്ട് വളരെ ഡിഫറെന്റ് ആണ്. ഒരേ പടം മാത്രം വരുന്നത്. നമ്മൾ ഒരു മുടി അങ്ങനെ വളർത്തി അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കണം. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്വഭാവം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കണം. സ്വഭാവം പക്കായിരിക്കണം. അതെ. ബാക്കിയെല്ലാം മാറാം, പക്ഷെ സ്വഭാവം നമ്മൾ പക്കായിരിക്കണം. ക്യാരക്ടർ ചേഞ്ച് ചെയ്തിരുന്നു. നോക്കി പറയാ, സ്റ്റേണായിട്ട് നിൽക്ക, എനിക്ക് ഇന്നതാണ്, ഇന്ന സംഭവമാണ്, സത്യം പറയാ. ഒരു സ്ഥലത്തും നുണ പറയാൻ പാടില്ല, സത്യം പറയാ. സത്യം പറയണെങ്കിൽ നമുക്ക് എന്താ 2 മിനിറ്റ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു. ആരെയും പേടിക്കണ്ട. ലൈഫ് ലോഗും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്ക് കൂടെ അത് പോയിക്കൊണ്ടിരിക്കണം. ആ പോയിക്കൊണ്ടിരിക്കുന്ന ആ കള്ളത്തിനെ നമ്മൾ ആലോചിച്ച് ആ കള്ളം വീട്ടിൽ വരില്ല. കള്ളം പറയാനുള്ള സാഹചര്യം വരും. എല്ലാവർക്കും വരും. എല്ലാവരും അങ്ങനെ തന്നെ. ഒരാൾ പോലും കള്ളം പറയാതെ ജീവിച്ചിട്ടൊന്നുമില്ലാതെ ഞാൻ പറയാം. പറയണത് അത് നമ്മള് പറയണതിന് നമുക്കൊരു അതാണ് നമ്മളെ ഭാഗത്ത് ശരിയാണെന്ന് നമുക്ക് തോന്നി പറയാം. അല്ലാതെ പറയരുത്. അതാണ് മെയിൻ കാര്യം. ഇങ്ങനെ ഇതുപോലെ എവിടെ തിരിക്കണോ പൈഞ്ഞെത്തി. ഇനിയിപ്പോ നമുക്ക് വാക്ക് കൊടുക്കാൻ വേണ്ടി ചെക്കന്റെ വീട്ടിൽ പോയിട്ടോ തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ട് അവര് പോയിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴും എത്തേണ്ട ടൈം ആയിരുന്നേ ഇവിടെ അവിടെ ചെക്കന്റെ വീടിക. അല്ല ഇവിടെ ഇപ്പൊ പോണത് 11 പറഞ്ഞ എത്തണ ടൈമല്ല, കേറുന്ന ടൈം. സമയം 11 കഴിഞ്ഞു. നമുക്കറിയാലോ, നമ്മള് വരുന്ന 2 ടൈം കുട്ടികളൊക്കെ എടുത്ത് ഫ്ലൈറ്റ് ഒക്കെ മിസ് ആയതിനു ശേഷമാണ് നമ്മളിങ്ങനെ വരുന്നത്. നമ്മള് കുറച്ച് ബിസിലാണ്. നടക്കില്ല പോകുന്നുണ്ട്. കണ്ട കണ്ട ആരാ ഇതിന്റെ ഉറപ്പിക്കല്? ഇതിന്റെ രണ്ടാമത്തെ അതൊന്നും ചോദിക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അതിന്റെ രണ്ടാമത്തെ അല്ലല്ലോ. ഇത് ജെമിനിയാണ് നമ്മള്. ഇത് ഫെമി, ഇത് ജെമിയുടെ ഇനി പോണത്. നമ്മള് പോണത് ജെമി എന്ന് പറയുമ്പോ ഇതിന്റെ ചേച്ചിയായിട്ട് വരും. ജെമി എന്ന് പറഞ്ഞ കുഞ്ഞു തെറ്റിക്കല്ലേ? നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ നമ്മള് വെല്ലുവിന്റെ ജെമിയുടെ പരിപാടിക്കാണ് നമ്മളിപ്പോ പോകുന്നത്. വാക്ക് കൊടുക്കാൻ പള്ളി വിട്ട സമയമാണോ? നമ്മൾ എല്ലാ കേട്ട് കഞ്ഞി കുടിച്ചിട്ട് അത് നല്ലൊരു തീരുമാനം. വിശന്നിട്ട് പോയാ
കഞ്ഞിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ജെമി എന്തെങ്കിലും നമുക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. അവിടെ അൽഫാം വരുത്തി വെച്ചിട്ടുണ്ട്. അൽഫാം അയ്യോ ഒരു അമ്പുണ്ടായിരുന്നു, അത് മറന്നുപോയി. വരുമ്പോ കയറാൻ പറ്റുമോ? ഭയങ്കര ലാഗ് അടിക്കണ പോലെ ഉണ്ടല്ലേ. സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. സ്കിപ്പ് 2x കണ്ടത് അപ്പൊ ലാഗ് ഉണ്ടാവില്ല. പറയണത് എന്താ പറയണ്ടോ? നമ്മള് 2x പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് സെവനിലെത്തിയോ? അപ്പൊ ഒരു പോയിന്റ് 7 നമ്മള് 2x പറഞ്ഞു കഴിഞ്ഞാൽ അവര് പോയിന്റിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. മൊത്തം ഉണ്ടല്ലോ. ഇതാ ബാബാപ്പൻ മാത്രം കാണാനല്ലോ. മേമ എന്താ പറയാനുള്ളത് ഇതില്? മേമക്കല്ലേ പറയാനുള്ളത്? അങ്ങനെ ഞങ്ങള് ഇവനല്ലേ വിളിച്ചേ? ചെക്കൻ സ്പ്രേ അടിച്ചൂല. എന്തൊരു മഞ്ഞ് പോലെ അത് ഞങ്ങളുണ്ടല്ലോ എത്ര ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് പൊളിക്കുവാ. അതെ ഫോണിന്റെ അല്ല നമ്മളെ ഏതെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ വീഡിയോ ഉണ്ടാക്കിയില്ല. അവിടെ ഒരു വട്ടം പിന്നെ നിങ്ങളെ അപ്പോഴേക്കും തളർത്തി അവിടെ ചുമ്മാ അപ്പോഴേക്കും തളർത്തി അവിടെ. ഇതെല്ലാരും വരവാച്ചേ നമ്മളങ്ങനെ അങ്ങനെ പെട്ടെന്ന് അല്ല ഇത് ഇവിടുന്നാണോ കൊടുക്കുന്നേ? അങ്ങനെ ഇതാണ് പരിപാടി. പപ്സ ഗ്ലാസ് ചായ. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. തുടങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെ വെറുതെ ഇപ്പൊ നേരത്തെ വന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതേപോലെ ബേബി വന്നിട്ട് ഇവിടെ. ഇതാണ് ബേബിന് എന്തെങ്കിലും പറ. അച്ഛനെ തൊള്ളയില് ഏറ്റുങ്ങി. ഇപ്പോഴും ചെറിയ പിള്ളേരെ പോലെ എന്ത് ചെയ്യാ. അവിടെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് എന്ന് പറയാം